വേദിയിലിരിക്കുന്ന പ്രിയപ്പെട്ട റഹ്മാനിക്ക, മനുവേട്ടൻ, പ്രിയപ്പെട്ട ചാക്കോച്ചൻ, ഇന്ന് നമ്മളെല്ലാവരും ഇതുപോലെ കാണുന്നതിനും സംസാരിക്കുന്നതിനുമെല്ലാം മുഖ്യ കാരണമായ രണ്ട് പേർ. ഒന്നൊരു സംഘമാണ്, അത് പഠിച്ച് ഇത്രയധികം മാർക്ക് മേടിച്ച് വിജയിച്ച വിദ്യാർത്ഥിനികൾ. രണ്ട്, അവരെ ആദരിക്കണം, അവർക്കൊരു അനുമോദനം നൽകണമെന്ന് തീരുമാനിച്ച CP ട്രസ്റ്റ്. ഇവര് രണ്ടുപേരും ചേർന്നാണ് ഇന്ന് ഇതുപോലെ ഒരു പരിപാടി ഇവിടെ സംഘടിപ്പിച്ചത്. സൗണ്ട് എഞ്ചിനീയർ ഇവിടെ കേൾക്കുന്നുണ്ടെങ്കിലും സ്റ്റേജ് മോണിറ്ററിന്റെ ലെവൽ ഇപ്പോൾ ഉള്ളതിന്റെ കുറച്ചുകൂടെ നല്ലോണം ഇരട്ടിയാക്കിയാൽ നന്നായിരുന്നു എന്ന് തോന്നുന്നു, ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ. SSLC പരീക്ഷ എഴുതാൻ പോയപ്പോ ഒരുപാട് എഴുതണം എന്നെനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ കാര്യമായിട്ടൊന്നും എഴുതാൻ എനിക്ക് സാധിച്ചില്ല, പല കാരണങ്ങൾ കൊണ്ട്. അതേപോലെ ഇന്നും വേണമെങ്കിൽ ഒരുപാട് പറയാം എന്നുള്ള ചുറ്റുപാടുണ്ടെങ്കിലും ഒരുപാടൊന്നും പറയാൻ പറ്റുന്ന സാഹചര്യങ്ങളോ ചുറ്റുപാടോ അല്ല ഇവിടെ ഉള്ളത്. ഞാൻ പഠിക്കുന്ന കാലത്തുമൊക്കെ നമുക്ക് എന്തെങ്കിലും സമ്മാനം കിട്ടാനുണ്ട് എന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ആ സമ്മാനം നമ്മുടെ കൈകളിലേക്ക് കിട്ടിയ ആ സമ്മാനം നമ്മുടെ ഹാളിലോ വീട്ടിലോ എവിടെയെങ്കിലും കൊണ്ട് ഭംഗിയായി ഒരിടത്ത് വയ്ക്കുക തുടങ്ങിയതാണ് ഓരോ കുട്ടികളുടെയും ഏറ്റവും വലിയ ആഗ്രഹം. ഇന്ന് അങ്ങനെ നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷം തരുന്ന ഒരു ദിവസമാണ്. ഈ പഠനവുമായി ബന്ധപ്പെട്ട ദിവസങ്ങളെ കുറിച്ച് ഓർത്തെഴുതുന്ന സന്തോഷകരമായ ദിവസങ്ങൾ ആലോചിക്കുമ്പോൾ ഈ 1500 കുട്ടികളുടെയും ആ ഒരു ഓർമ്മകളുടെ ബുക്കിലെ പേജിൽ ഇന്നത്തെ ഈ ദിവസം കുറിച്ചു വെക്കും എന്നുള്ളത് വലിയ സന്തോഷമുള്ളൊരു കാര്യമാണ്. അങ്ങനെ ചിന്തിക്കുമ്പോൾ നിങ്ങളുടെ ഓർമ്മകളുടെ ആ ഒരു പേജിൽ ഞങ്ങളുടെ കൂടെ പേരെഴുതി ചേർത്ത് വെക്കാൻ സാധിച്ചത് ഒരു വലിയ ഭാഗ്യമായി കരുതുന്നു. നന്ദി ഞങ്ങൾ ഓരോരുത്തരെയും ഈ പരിപാടിക്ക് വിളിച്ചതിന്. ഈ സാലിക്ക് വിളിച്ചാൽ ഇനിയും ഒരുപാട് ആളുകൾ ഇവിടെ വരാവുന്നതാണ്. അദ്ദേഹത്തിന് അതുപോലത്തെ ഒരു ആത്മബന്ധം ഈ ഇൻഡസ്ട്രിയിൽ പലരുമായിട്ടും ഉണ്ട്. അദ്ദേഹത്തിന് അങ്ങനെ വിളിക്കാവുന്നതാണ്. ഞാൻ മറ്റുള്ളത് പറഞ്ഞിട്ടുള്ളത് പോലെ അദ്ദേഹം നമ്മുടെ പുറത്ത് എപ്പോഴും കാണിക്കുന്നത് ഒരു സ്നേഹത്തിന്റെ ആധിപത്യമാണ്. അദ്ദേഹത്തിന്റെ വിളി നിരസിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല. അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നുണ പറഞ്ഞൊക്കെ എല്ലാവർക്കും ഒഴിയാവുന്നതാണ്. പക്ഷെ അദ്ദേഹം വിളിച്ചിട്ടുള്ള എല്ലാവരും ഇന്നിവിടെ എത്തുന്നു എന്നുള്ളത് അദ്ദേഹം നമുക്ക് മുന്നിൽ ജീവിച്ച് കാണിക്കുന്ന ചില മാതൃകകളാണ്. അതിന് അദ്ദേഹത്തെയും ഞാൻ ഈ അവസരത്തിൽ അനുമോദിക്കുന്നു. ഒരാളെ വേദിയിൽ ഇരുത്തിക്കൊണ്ട് പുകഴ്ത്തുക എന്ന് പറയുന്നത് അയാളോട് ചെയ്യുന്ന ഏറ്റവും വലിയ ക്രൂരതയാണ്. അതുകൊണ്ട് ഒരുപാട് ഞാൻ അങ്ങനെ പറയുന്നില്ല. അദ്ദേഹം ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ ആരും അറിയാതിരിക്കണമെന്ന് അദ്ദേഹം ഓർക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ അതങ്ങനെ ഇരിക്കട്ടെ. പലരും അവനവന്റെ 10ാം ക്ലാസ് കാലഘട്ടത്തെ കുറിച്ചൊക്കെ പറഞ്ഞു. ഞാൻ പഠിക്കുന്ന കാലത്ത് 10ാം ക്ലാസ്സിൽ എനിക്കൊരു ഇത്തിരി മാർക്ക് കുറവായിരുന്നു. പിന്നെ അതെനിക്കൊരു വാശിയായി, ഇനി അങ്ങനെ സംഭവിക്കരുത് എന്ന് ഞാൻ വിചാരിച്ചു. ഞാൻ വളരെ കഷ്ടപ്പെട്ട് പഠിച്ചു. പലരും വിചാരിക്കുന്ന തമാശകൾക്കപ്പുറം ഞാൻ BA കഴിഞ്ഞ് MA കഴിഞ്ഞ് ഇപ്പോ CA പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന് അഭിമാനത്തോടെ പറയാൻ ഈ ഒരു അവസരം ഉപയോഗിക്കുകയാണ്. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ ഉടനെ എന്നെ വിശ്വസിച്ചിട്ട് കൈയടിക്കുന്നത്. ഞാൻ BA മര്യാദയ്ക്ക് കോളേജിൽ കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് MA എന്ന് പറഞ്ഞാൽ മിമിക്രി ആർട്ടിസ്റ്റായി. ഇപ്പൊ CA സിനിമ ആർട്ടിസ്റ്റായിട്ട് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അവന്റെ നിത്യവൃത്തി കഴിക്കുന്നതിന് വേണ്ടിയിട്ട് എന്നുള്ളതേ ഉള്ളൂ. ലോകം ഇന്ന് എത്തി നിൽക്കുന്ന ഒരു സ്ഥലം. ഇപ്പോഴെന്ത് കോഴ്സ് പഠിച്ചാലാണ് ഒരു 20 വർഷങ്ങൾക്കപ്പുറം ഈ കോഴ്സിന് ഏറ്റവും കൂടുതൽ പ്രസക്തി ഉണ്ടാക്കുക എന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഒരു 200 കൊല്ലം മുമ്പ് മനുഷ്യൻ കൃഷി ചെയ്യാൻ പഠിച്ചാൽ തന്നെ ഒരുത്തരം സുഖമായിട്ട് ജീവിക്കാം. വ്യവസായ വിപ്ലവത്തിന് ശേഷം നമ്മൾ പലതരത്തിൽപ്പെട്ട ടെക്നിക്കാലിറ്റീസിനെ കുറിച്ചൊക്കെ പഠിക്കുകയും അങ്ങനെയുള്ള കോഴ്സുകളുമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇന്നത്തെ ഒരവസ്ഥയിൽ ടോട്ടലായിട്ട് നമ്മുടെ എല്ലാ കാര്യങ്ങളും മാറുന്നതിന്റെ വേഗത വളരെ കൂടുതലാണ്. 20 വർഷങ്ങൾക്ക് അപ്പുറമുള്ളൊരു ലോകത്തെ കുറിച്ച് ഇപ്പോൾ ഇരുന്ന് ചിന്തിക്കുക പോലും നമുക്ക് അസാധ്യമായിട്ടുള്ളൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അവിടെ ഈ പഠനം എന്ന വിഷയത്തിലൂടെ നമുക്ക് ഒരുപാട് വിവരങ്ങൾ കിട്ടുന്നു. ബുദ്ധി എന്നത് അതിനപ്പുറത്ത് ഏതോ ഒരു പ്രദേശത്ത് നിന്ന് നമ്മൾ സ്വായത്തമാക്കേണ്ട ഒന്നാണ്. ഒരു എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്നും ഒരേ പുസ്തകം പഠിച്ച് ഒരേ മാർക്കോടുകൂടി കുറെ എഞ്ചിനീയർമാർ ഇറങ്ങുന്നു. ലോ കോളേജിൽ നിന്ന് വക്കീലന്മാർ ഇറങ്ങുന്നു. മെഡിക്കൽ കോളേജിൽ നിന്ന് ഡോക്ടർമാർ ഇറങ്ങുന്നു. സംഗീത കോളേജിൽ നിന്ന് പാട്ടുകാർ ഇറങ്ങുന്നു. ഒരു 10 കൊല്ലത്തിനപ്പുറം നമ്മൾ നോക്കുമ്പോൾ ഇവരെല്ലാം പഠിച്ചത് ഒരേ പുസ്തകമാണെങ്കിലും ഒരേ മാർക്കുള്ളവരെ തമ്മിൽ താരതമ്യം ചെയ്താൽ പോലും ചില ആളുകൾ അവരുടെ കരിയറിൽ ഒരുപാട് ഉയരങ്ങളിൽ എത്തിയിട്ടുണ്ടാവും. മറ്റു ചിലർക്ക് അത്ര എത്താൻ പറ്റിയിട്ടുണ്ടാവില്ല എന്നുള്ളതാണ് സത്യം. ഇപ്പോഴാണ് മുഴക്ക് വന്നത്. ഞാൻ വന്നിട്ടുണ്ട്, നന്നായിരിക്കുന്നു. ഇത് നമ്മൾ പരീക്ഷ കഴിഞ്ഞിട്ട് മാർക്ക് കിട്ടുന്നവരെ നന്നായി. അപ്പൊ ഇനി ഞാൻ ഈ പറഞ്ഞത് ഒരുപാട് പറയുന്നില്ല. നമ്മുടെ ഏറ്റവും തൊട്ടടുത്ത് നിൽക്കുന്ന കാര്യങ്ങളെ കുറച്ചുകൂടെ ആത്മാർത്ഥമായി കണ്ടുകൊടുത്ത് കാണുക
മനസ്സിലാക്കുക. ഈ വിവരങ്ങളോടൊപ്പം നമ്മുടെ ബുദ്ധി കൂടി കൃത്യമായി പ്രയോഗിക്കുവാൻ നിങ്ങൾ കാലത്തെ എന്ത് നല്ല സ്വപ്നങ്ങൾ കണ്ടുകൊണ്ടാണോ നിങ്ങൾ വിദ്യാലയങ്ങളിലേക്ക് ചെന്നതും നിങ്ങളുടെ ഭാവിയെക്കുറിച്ച് ഓർക്കുന്നതും അത് പ്ലാൻ ചെയ്യുന്നതുമെല്ലാം നിങ്ങളുടെ ആ നല്ല സ്വപ്നങ്ങളെല്ലാം സാക്ഷാത്കരിക്കപ്പെടട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു. ചാക്കോത് പറഞ്ഞതുപോലെ തന്നെ കൃത്യസമയത്ത് ഞങ്ങളിവിടെ എത്തിയതാണ്. കൃത്യസമയത്തല്ല, ഇപ്പോൾ നേരത്തെ സാഹചര്യങ്ങളോട് അറിയാൻ പറ്റുള്ളൂ. 1 മണിക്ക് എത്തണമെന്ന് പറയാം. ഇവിടെ ആരുമില്ല, ഇവിടെ തൊട്ടടുത്ത സുഹൃത്തിൻ്റെ അടുത്ത് പോയിട്ട് വന്നതുകൊണ്ടാണ് ഞങ്ങൾ വൈകിയതുപോലെ തോന്നുന്നത്. ശരിക്കും വൈകിയില്ലായിരുന്നു. അതിന് ഞാനും എൻ്റെ പേരിൽ കാത്തിരിപ്പിക്കേണ്ടി വന്നതിൽ നിങ്ങളോട് രക്ഷപ്പെടുന്നു. ഇനിയുള്ള സമയത്തെ പറയാൻ വേണ്ട വലിയ സമയത്തെ വിശ്വസിക്കുന്നില്ല, ഒരുപാട് സംസാരിക്കുന്നുമില്ല. എല്ലാവർക്കും ഹൃദയപൂർവ്വം നന്ദി. പ്രത്യേകിച്ച് സാരിക്കയുടെ നന്ദി. വിജയിച്ച എല്ലാ മക്കൾക്കും ആത്മാർത്ഥമായ ആശംസകൾ നേരുന്നു. നന്ദി. Thank you so much, Mr.